യാത്രക്കാരെ വലച്ച് വീണ്ടും സ്പൈസ് ജെറ്റ് 2:20 കരിപ്പൂരിൽ നിന്നും ഫുജൈറയിലേക്ക് പോകേണ്ട വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി സ്പൈസ് ജെറ്റ്. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് റദ്ദാക്കിയെന്ന അറിയിപ്പ് നൽകിയതെന്ന് യാത്രക്കാർ പറയുന്നു. ഇന്നലെ വൈകിട്ട് പോകേണ്ട വിമാനം ഇന്നേക്ക് റീഷെഡ്യൂൾ ചെയ്ത ശേഷമാണ് റദ്ദാക്കിയത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, അതായത് സ്പൈസ് ജെറ്റിന് സിയാൽ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നോട്ടീസ് അടക്കം അല്ലെങ്കിൽ അവസാന താക്കീതെന്ന പോലെ നോട്ടീസ് അടക്കം നൽകിയ സമയമാണ്. എന്നിട്ടും വീണ്ടും സ്പൈസ് ജെറ്റ് ഇത്തരത്തിലൊരു വിമാനം റദ്ദാക്കി വീഴ്ച വരുത്തിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള താക്കീതും വിമർശനവും എല്ലാം ഈ സ്പൈസ് ജെറ്റിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സേവനം ഇതുപോലെ തന്നെയാണ് തുടരുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു 15 ദിവസത്തിനിടെ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് കരിപ്പൂരിൽ നിന്ന് മാത്രം വിമാനം റദ്ദാക്കുകയും ഇല്ലെങ്കിൽ വിമാനം വൈകുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ദിവസം 2 ദിവസമൊക്കെ വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും സംഭവിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 9:30, ഇന്നലെ രാത്രി 9:35 ഷെഡ്യൂൾ ചെയ്താണ് ഈ സ്പൈസ് ജെറ്റ് SG-83 സ്പൈസ് ജെറ്റ് വിമാനം. അത് ഫുജൈറയിലേക്കാണ്, കരിപ്പൂരിൽ നിന്നും ഫുജൈറയിലേക്ക് പോകേണ്ടതാണ്. ആ വിമാനത്തിലേക്കുള്ള യാത്രക്കാർ അതിന് തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഇന്നലെ. പക്ഷേ അവർ നേരത്തെ തന്നെ ഏകദേശം ഒരു 4 മണിയോട് കൂടി തന്നെ ഇത് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:20 റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടി യാത്രക്കാർ സെക്യൂരിറ്റി ചെക്കിങ്ങിനും മറ്റുമായി എയർപോർട്ടിലെത്തി. പക്ഷേ അവർക്ക് വിമാനത്താവളത്തിനകത്തേക്ക് കടക്കാൻ പോലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ഒരു 1:18, അതായത് 2:20 പോകേണ്ട വിമാനം അതിന് 1:18 ഇവർക്ക് മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നത് ഈ വിമാനം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഏകദേശം 160-ഓളം യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരൊക്കെ ഏറെ പ്രതിഷേധത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുകയാണ്. കാരണം ഇവർക്ക് പലരും ഒരു ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾ സ്കൂൾ തുറക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് തിരിച്ച് അവിടെ എത്തേണ്ട സമയം, ഇവയെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇവയ്ക്കൊന്നും ഒരു പരിഹാരം കാണാൻ പക്ഷേ സ്പൈസ് ജെറ്റിന് കഴിയുന്നുമില്ല. യാത്രക്കാരുടെ ആവശ്യം ഇത് ക്യാൻസൽ ചെയ്യുക അല്ല, പകരം ഒരു സംവിധാനം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റൊരു വിമാനം. എന്തൊക്കെ താക്കീത് ലഭിച്ചാലും തങ്ങൾ ഇത് തുടരുമെന്ന് തന്നെയുള്ള വികാരമാണ് ഈ സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. നന്ദി ശാന്തകുമാർ വിവരങ്ങൾക്ക്.